ഇമോഷൻസും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു ആക്ഷൻ ആണെങ്കിലും എലമെൻറ്റ്സ് എനിക്ക് കൂടുതൽ വർക്കായത് ടുവേർഡ്സ് എൻഡാണ്. എസ്പെഷ്യലി അവസാനത്തെ കുറേ ഭാഗങ്ങളാണ് എനിക്ക് കൂടുതൽ. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മാസ് എലമെൻറ്റ്സ് പ്രതീക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയിൽ വരുന്നത്. അത് കൂടുതൽ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൈയടിക്കാനൊക്കെ തോന്നിയത് കൂടുതൽ സെക്കൻഡ് ഹാഫിലാണ്. സാർ വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലർ പോലത്തെ സാധനമല്ല ഇത്. ദിസ് ഈസ് മോർ ഓഫ് ലോകേഷ് സാർ. അല്ല, പൊതുവേ അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾക്കൊരു സട്ടിൽ സ്വഭാവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജയിലറിൽ കാണുന്ന ഒരു തട്ടുപൊളിപ്പൻ മാസമല്ല കൂലിയിൽ കാണുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഇരുത്തം വന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും സംഭവങ്ങളിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ അത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഫിലിം പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡിൽ വീണ്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോർമുല എലമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെലവൻസ് ഉള്ള സാധനം അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സിനെയും ഉള്ള സമയം കൊണ്ട് അദ്ദേഹം, അത് നാഗാർജുന സാറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള. എനിക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കാലിബറൊക്കെ ശരിക്കും ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി അദ്ദേഹം ഇതുപോലൊരു ക്യാരക്ടർ എടുത്തു എന്നുള്ളത്. കാരണം പുള്ളി അവിടെ സ്റ്റാറാണ്, അവിടെ നായകൻ ചെയ്യുന്ന ഒരാൾ ഇങ്ങനൊരു ക്യാരക്ടർ എടുത്ത് ഭയങ്കര സ്വാഗതമായിട്ടുണ്ട്. നല്ല ഗംഭീരമാണ്. നല്ല എനിക്ക് തോന്നുന്നു ഈ ആക്ടേഴ്സിനെ വെച്ച് പാക്ക് ചെയ്തിട്ട് അവർ കൃത്യം 100%. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ എത്ര മണിക്കാണ് എഴുന്ന് വന്നത്? ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല, അങ്ങനെ വന്നത്. ഇത് ലോകേഷയുടെ ഒരു ഫിലിം, ഒരു മാസ് ഫിലിം. 100%. ഇപ്പോൾ വിക്രം പടം കാണുമ്പോൾ തന്നെ നമ്മൾ കമലഹാസൻ സാർ വെച്ചപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കമലഹാസൻ സാർ അങ്ങനെ ഒരു റോൾ ചെയ്യുന്നത്. ഇപ്പോൾ രജനി സാറിന് പറയുമ്പോൾ 50 years ആയിട്ട് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നു. അത്രയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ പടം ലോകേഷ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണണം, എല്ലാവരും കാണണം. അടിപൊളി, ഇഷ്ടപ്പെട്ടു. അവരെപ്പോ സൂപ്പർ. ടിക്കറ്റ് എടുത്ത് വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. സൂപ്പർ സ്റ്റാർ എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പദവി നിലനിർത്തുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറെ ആരുമില്ല. രജനീകാന്തിനെ വല്ലാൻ ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇനി പുനർജനിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്ന സിനിമയാണ് ലോകേഷ് കനകരാജ്. അതുപോലെ അനിരുദ്ധ്, അഭിനയത്തിലേക്ക് കടക്കാൻ രജനീകാന്ത്, അമീർ ഖാൻ, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, ശ്രുതി ഹാസൻ, സത്യരാജ് തുടങ്ങിയിട്ടുള്ള വമ്പൻ താരനിര. നാഗാർജുനൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. പടം നമുക്ക് ധൈര്യമായിട്ട് കുടുംബസമേതോ എങ്ങനെയോ എൻജോയ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കുന്ന അതേ ഫീല് തന്നിരിക്കുകയാണ്. അനിരുദ്ധ് എന്ന് പറയുന്ന ബ്രില്യൻറ്റ് മ്യൂസിക്, അടിപൊളി, എല്ലാം മാസ് ക്ലാസ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കീടിലോ നല്ല പൊളപ്പം പടം, അടിപൊളി. സൗബിനൊക്കെ പൊളിച്ച്, സൗബിനൊക്കെ വേറെ ലെവലായി. ഇനി മലയാളത്തിലേക്കൊന്നും ഇനി കിട്ടൂല. സൗബിനൊക്കെ പാൻ ഇന്ത്യ കടന്നു പോകാൻ പോവുകയാണ്. ഒരു രക്ഷയിൽ അടിപൊളിയാണ്. സൗബിനൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണോ? കാരണം മലയാളം കണ്ട് മടുത്തു. ഇനിയെങ്കിലും അന്യഭാഷാ ചിത്രത്തിൽ പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ നടനാവാൻ ശ്രമിക്കുകയാണ് സൗബിൻ. ഇനി സൗബിനെ ഇവിടെ പിടിച്ചാൽ കിട്ടൂല. എന്തായാലും നമ്മൾ 100% 100% തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന പടം. ഈ മ്യൂസിക്കൊക്കെ കേട്ടുകഴിഞ്ഞാണ്ടല്ലേ രോമ ഇങ്ങനെ ചാരി എഴുന്നിട്ട് ഇങ്ങനെ നൃത്തം കളിക്കും. അടിപൊളി സാധനം. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന ഫീലാണ്. മിസൈൽ വന്ന് വീഴുന്ന അതേ സാധനം BGM-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊളിച്ചാടിക്ക് തകർത്ത് തിമിർത്ത് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചോ എല്ലാം ഉണ്ട്. എന്താണ് പ്രതീക്ഷിച്ചത് അതെല്ലാം ഉണ്ട്. മിക്സ് ചെയ്താണ്. ആടി സ്റ്റാൻഡ് പൊളി തൂത്തുവാരി ഒരു കിടിലും സാധനം നല്ലതാണ്. ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ആണെന്ന് പറയാൻ കഴിയുക. ടോട്ടലി ഒരു വയലൻസ് ആണ്. പിന്നെ നമ്മൾ രജനീകാന്തിൻ്റെ ഒരു പടം എന്ന് പറയുമ്പോഴും അതിനൊപ്പം തന്നെ നമുക്ക് നാഗാർജുനയെ കാണാൻ പറ്റുന്നു. നാഗാർജുനയും രജനിയായിട്ടുള്ളൊരു നല്ലൊരു ഫൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മലയാളികൾ ഇപ്പം സൗബിൻ ഈ ചിത്രത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പൂജ ഹെഗ്ഡെ ഡാൻസ്, അതൊക്കെ നല്ലൊരു മിക്സാണ്. സിനിമ നല്ലൊരു മിക്സാണ്, എൻ്റർടൈനിങ് ആണ്. മ്യൂസിക് നല്ലതാണ്. ഒപ്പം ലോകേഷിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല കിട്ടുന്ന പടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഓരോ എലമെൻറ്റ്സ് വെച്ചിട്ട് ഓരോളെ റോളും വന്ന് അവരെ അക്കി കിടുക്കിയിട്ട് സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാവരും അവരൊരു മാസ് റോള് കാണിച്ചിട്ട് പോയി. കിടിലായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും. സൗബിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വളരെ നല്ല കിടിലായിട്ട്, ലൈക്ക് ഇല്ല
ജയിലർ വിനായകൻ കാണിച്ച പോലെ അതേപോലെ നമ്മളൊക്കെ നല്ലൊരു മാസ് റോൾ തന്നെ. മ്യൂസിക് ഇഷ്ടപ്പെട്ടു, വർക്കൗട്ടായി. എനിക്ക് അതിൽ ഉപേന്ദ്രൻ്റെ ഒരു BGM ഉണ്ടായിരുന്നു, അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കോഴിക്കോട്ടെ പടം സൂപ്പറായിട്ടുണ്ട്. ഇനി എന്താ പറയുക, എല്ലായിടത്തെ രജനിയാണത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തലൈവർ താ. പിന്നെ എല്ലാ മൂഡും ഉണ്ട് പടത്തിൽ. ലൈക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക് പൊളിച്ചു, സ്റ്റൈൽ ഇருக்கு, കോമഡി ഇருக்கு, ഇമോഷൻ, ഫാമിലി ഇമോഷൻസ് ഇருக்கு, എല്ലാം ഇருக்கு. സൗബിൻ ആക്ച്വലി നമ്മൾ വന്നപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ത്രൂ ഔട്ട് സൗബിൻ വാണു സിനിമയിൽ. സോ വി ആർ പ്രൗഡ് ഓഫ് ഹിം. ക്യാമിയോസ് ഒക്കെ ആ സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു ആമിർ ഖാനൊക്കെ വന്നപ്പോൾ അത് വേറെ ലെവല്. ഹൈ. താങ്ക് യു. And it's altogether a Lokesh Kanagaraj movie, more than a Talaivar movie. അടിപൊളിയായിരുന്നു. ഭയങ്കര അത്രയും പ്രായമായിട്ടും ഇത്രയും BGM പുള്ളിക്കാരന് പുള്ളോണ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് ഉള്ള നാഗാർജുന എല്ലാവരും, പ്രത്യേകിച്ച് സൗബിനാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ സൗബിൻ്റെ ഒരു വിളയാടങ്ങൾ തന്നെയാണ്. രജനീകാന്തിനൊന്നും ചെയ്യാനില്ല. എന്തോ മ്യൂസിക് വർക്കൗട്ടായി, ഈ പാട്ട് മോണിക്ക പാട്ടൊക്കെ വർക്കൗട്ടായി. ലോകേഷിൻ്റെ നല്ലൊരു സിനിമ. വിക്രം എന്നുള്ള രീതിയിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ രജനീകാന്തിന് വേണ്ടി ലോകേഷ് എടുത്തൊരു പടം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉഗ്രൻ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ലോകേഷിൻ്റെ മറ്റൊരു നല്ലൊരു വിജയ ചിത്രം തന്നെ. ലോകേഷും രജനീകാന്തും കൂടെ ഒന്നിച്ചപ്പോൾ നല്ലൊരു പടം കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും നല്ലൊരു